ഹവാറി ഫ്രണ്ട്സ്, റൈന വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 2 അധ്യയന വർഷം. പുതിയ കുരുന്നുകളൊക്കെ വന്ന് അക്ഷരാഭ്യാസം നേടുന്ന തിരക്കിലാണ്. എന്നിരുന്നാലും ഈ അടുത്തിടത്തെ ഒരു വാർത്ത ന്യൂസിൽ പരക്കുകയുണ്ടായി. അതായത് പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതിയായ മുകേഷ് എം നമ്പ്യാർ പങ്കെടുത്തതിനെക്കുറിച്ചുള്ള വിവാദങ്ങളാണ് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. ഇത് വിശദീകരണമായി നമ്മുടെ ആദരണീയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അതിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ വാർത്തയെക്കുറിച്ച് എന്താണെന്ന് നമുക്കറിയാം. ആദ്യം ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുകേഷ് എം നായർ മുഖ്യാതിഥിയായതിൽ അടിയന്തര റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. സ്കൂൾ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം, ഈ പരിപാടിക്ക് ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു. സ്പോൺസറാണ് ഈ പരിപാടിയുടെ ഈ കാര്യമെല്ലാം നടത്തിയിരുന്നത്. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ടാകും എന്ന് മാത്രമേ തങ്ങളോട് ഈ സ്പോൺസർ പറഞ്ഞിരുന്നുള്ളൂ എന്ന വിശദീകരണമാണ് സ്കൂൾ അധികൃതർ. അതെ, മുകേഷ് എം നായർ എന്തിനതിൽ പങ്കെടുപ്പിച്ചു ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെക്കുറിച്ചൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് ആദ്യം വിമർശനം നമ്മൾക്ക് പലപ്പോഴും തോന്നിയിട്ട് അയാൾ എന്ത് വിദ്യാഭ്യാസ മന്ത്രി, എന്ത് തേങ്ങയൊക്കെയാണ് കാണിക്കുന്നത്, ഒരുപാട് വിമർശനം ഉണ്ടായി. ഈ ഇടയ്ക്കായിട്ട് അദ്ദേഹം നടന്ന വിദ്യാഭ്യാസത്തിൽ നടന്ന നടപടികളൊക്കെ വളരെയധികം കൈവടി അർഹിക്കുന്നതാണ്. അതിലൊന്നാണ് ഈ പോക്സോ കേസിൽ പ്രതികളായ അധ്യാപകരെ പിരിച്ചുവിടുക എന്നുള്ളത്. അവരെ തുടർന്ന് പഠിപ്പിക്കാനോ അത് പെൻഷൻ പോലും കൊടുക്കാത്ത രീതിയിൽ അവരെ പിരിച്ചുവിടുന്ന ഔദ്യോഗികമായ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം. പിന്നെ വേറെ ഉണ്ട്. ഇപ്പോൾ ഈ അടുത്തടുത്ത് സ്കൂൾ ബസ്സിൽ ഫീസ് കൊടുക്കാൻ വൈകിയില്ലെങ്കിൽ അവരെ ബസ് കയറ്റാതിരിക്കരുതെന്നുള്ള കർശന നിയമവും അദ്ദേഹം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് വളരെയധികം കൈയടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയാണ് അങ്ങനെ വന്ന പോക്സോ കേസിൽ പിരിച്ചുവിട്ട സമയത്താണ് ഈ മുകേഷ് എം നമ്പ്യാർ അധ്യാപകർ പിരിച്ചുവിടുന്ന വാർത്ത വന്നതിന് ശേഷമാണ് ഈ പ്രവേശനോത്സവം വന്നത്. ആ പ്രവേശനോത്സവം വന്ന ശേഷം ഇങ്ങേരെ അതിഥിയായിട്ട് കൊണ്ടുവന്നു. മുകേഷ് എം നായർ, ഇൻസ്റ്റാഗ്രാം ലാലേട്ടൻ മുകേഷ് എം നമ്പ്യാരെ അതിഥിയായിട്ട് കൊണ്ടുവരുന്നു. അതെന്താണെന്ന് ഇപ്പോൾ അന്നേരമാണ് ശിവൻകുട്ടി സാറിനത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാൻ പൊതുവായിട്ട് ഇയാൾ എന്ത് അർഹതയാണ് ഇയാൾക്ക് ഇവിടെ വന്ന് ഈ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കാനുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും എന്താണെന്നുള്ളത്, മുമ്പ് പോക്സോ കേസ് പ്രതിയായിരുന്നപ്പോൾ ഇരുന്ന ഒരു വ്യക്തിയെ എന്തിനീ കുട്ടികൾ പ്രവേശനോത്സവത്തിൽ അതിഥിയായിട്ട് വിളിച്ചു? അതാണ് ഇപ്പോൾ മിക്കവും ചോദ്യം ചർച്ചയായിട്ട് വരുന്നത്. ഇനി ബാക്കി കൂടി നമുക്ക് കണ്ടുനോക്കാം. എന്നിട്ടുള്ള വിശദീകരണം ഞാൻ പറയാം. ഈ വിസ്തീർണം പോലും സത്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ചടങ്ങിന്റെ ഒരു ഫ്ലെക്സ് ബോർഡുകൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിൽ കൃത്യമായി തന്നെ ഈ മുഖ്യാതിഥിയായ മുകേഷ് നായരുടെ ചിത്രമുണ്ട്, പ്രിൻസിപ്പളുടെയും ഹെഡ് മാസ്റ്ററുടെ ചിത്രമുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഈ മുകേഷ് നായർ തന്നെയാണ് ഈ ഗസ്റ്റ് എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഈ പ്രശ്നത്തിൽ വളരെ ഗൗരവമായി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട്. ഇതിൽ സംഘാടകർ എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങൾക്കൊന്നും അറിയില്ല, അപ്രതീക്ഷയായിട്ട് വന്നതാണ്. പക്ഷെ അതിനു മുമ്പുള്ള പോസ്റ്ററുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വ്യക്തമായിട്ട് മറ്റുള്ളവരുടെ വലിപ്പത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി പോക്സോ കേസ് പ്രതിയായ നിരപരാധിയാണ്, അതൊക്കെ അദ്ദേഹം പ്രൂവ് ചെയ്തതാണ്. എന്നിരുന്നാലും ഇയാളെ എന്തിനാണ് പ്രവേശനോത്സവത്തിൽ വെച്ചത്? ഗവൺമെൻറ് വേറൊരു നിയമവും കൂടെ വിദ്യാർത്ഥികൾക്കായിട്ടുണ്ട്. ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് ലഹരി വിരുദ്ധ സന്ദേശം നൽകാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പുസ്തകവും തൊടിയില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തി ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മുകേഷ് എം നമ്പ്യാർ. അതായത് JD കമ്പനി മദ്യപിക്കുന്ന ഇൻ്റർവ്യൂവിലൊക്കെ മദ്യപിച്ചിട്ട് ഈ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഗിവ് അവേ ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചതിലും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇത് അങ്ങനെയുള്ള മദ്യപാനത്തെ ലഹരി വിരുദ്ധമാണ് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു പാഠവിഷയം പോലെ എടുക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന ഒരു പുതിയ കുട്ടികൾക്കുള്ള ഈ അതിഥിയായിട്ട് ഇദ്ദേഹത്തെ എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് ഇദ്ദേഹത്തിന് എന്ത് അർഹതയാണ്? ഫുഡ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇയാളുടെ പകുതി നിങ്ങൾ ഓരോ വീഡിയോ എടുത്തുകൊണ്ട് പകുതിയും ഡബിൾ മീനിങ് ചേർത്താണ് ഇയാൾ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അത് ഭയങ്കര ഡബിൾ മീനിങ് ആണ്. ആർക്കും കൊച്ചു കുട്ടികൾക്കൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ്. വേണമെങ്കിൽ ഒരു
മിനി ബോബി ചെമ്മണ്ണൂർ എന്ന് പറയാം. ഡബിൾ മീനിങ് തന്നെയാണ് ഇയാൾ അവരടിച്ചു വിടുന്നതെന്ന്. പിന്നെ ഇയാൾ ആ പോക്സോ കേസിൽ പ്രതിയായപ്പോൾ തന്നെ ഇയാൾ വിശദീകരിച്ചു, എനിക്കെതിരെ വന്നിരിക്കുന്ന ഞാൻ ഭയങ്കര ഉദ്ഘാടനങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, ഇനാഗുറേഷൻ കിട്ടുന്നുണ്ട്, പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിന് ഇത്ര പ്രൊമോഷൻ കിട്ടുന്ന ആളുകൾക്ക് എന്തിനാണ് ഇയാളെ വിളിച്ച് ഈ സ്കൂൾ പ്രവേശനോത്സവത്തിലൊക്കെ കൊണ്ടുപോയി വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇയാളെ വിളിച്ചുകൊണ്ട് പോരുന്നത്? അതാണ് ഇപ്പോൾ സംഘാടകരോടും ചോദിക്കാനുള്ളത്. ഇയാൾ വിദ്യാർത്ഥികൾ എന്ത് സന്ദേശമാണ് ഇയാൾ നൽകുന്നത്? കുറേ പെൺകുട്ടികൾ കൂടി ആടിപ്പാടാൻ, അതൊക്കെ അയാളുടെ സ്വകാര്യതയാണ്, സമ്മതിച്ചു. നല്ല രീതിയിൽ ഗണേശനാ പോസ്റ്റ് ചെയ്ത് ഡബിൾ മീനിങ് ചെയ്തു. ഇയാൾക്ക് ധാരാളം ബ്ലോഗറാണ്, ഇയാൾ പ്രൊമോഷൻ നടത്തി നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ബാറോ എന്താ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഗിവ് ചെയ്തെന്ന് ഇയാൾക്ക് എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ പ്രവേശനോത്സവത്തിൽ വിളിപ്പിച്ചത്? അത് വിശദീകരണം സംഘാടകർ തന്നേ തീരൂ. പിന്നെ പോക്സോ കേസിൽ പ്രതിയായത് പ്രതിയായതൊക്കെയാണ്. അപ്പോൾ ശിവൻകുട്ടി സാറിന് ചോദിക്കേണ്ട റൈറ്റ്സ് ഉണ്ട്, കാരണം അയാൾ പിരിച്ചു വിട്ടതാണ്. അങ്ങനെ പിരിച്ചു വിട്ട ഒരു സ്ഥലത്തേക്ക് ഒരു പോക്സോ കേസിൽ പ്രതി എന്ന് ആരോപിക്കും. എന്തായാലും പ്രതിയാണോ അല്ലയോ, അയാൾ കാണിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് കാണിക്കാൻ പറ്റും, കുട്ടികൾക്ക് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഈ വിദ്യാഭ്യാസ മന്ത്രി ഒരു വിശദീകരണം ചോദിക്കുന്ന കാര്യം തന്നെയുണ്ട്. പ്രതിയായിരുന്നു നിരവധി ആണോ അല്ലയോ അത് തെളിയിച്ചതാണെങ്കിൽ പോലും അയാൾ പോക്സോ കേസ് പ്രതിയാണ്. പിന്നെ അതിലുപരി അത് പ്രൂവ് അല്ലാതെ കാരണം ഈ ലഹരി അയാൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് JD മദ്യത്തെക്കുറിച്ച് അയാൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി എന്തിനാണ് ഈ സംഘാടകർ സ്കൂളിൽ വിളിച്ചു വരുത്തിയതെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനുള്ള വിശദീകരണം അത് രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, രാഹുൽ ഈശ്വർ ഇതിനെ വിശദീകരണമായിട്ട് എത്തിയിട്ടൊക്കെ ഉണ്ട്. രാഹുൽ ഈശ്വർ കൂടെ ഉണ്ടാവുന്ന പുരുഷ കമ്മീഷനൊക്കെ രൂപീകരിച്ചു. പക്ഷെ എന്നിരുന്നാലും ഇയാളെ എന്തിനാണ് പ്രൊമോഷൻസ് പങ്കെടുപ്പിച്ചത് എന്നുള്ളതൊരു വിശദീകരണം അത് ആ സ്കൂളിൽ അതൊരു നൽകിയേ തീരും. അതിനാൽ അദ്ദേഹത്തിന് ആ സംഘാടകർക്ക് വിശദീകരണം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിപ്പോൾ കൈ മലത്തുവാണ്, പിലാത്തോസിനെ പോലെ കൈ എഴുതുവാണ്. പക്ഷെ അതിൽ ആ പോസ്റ്ററിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇനാഗുറേഷനുള്ള ഇങ്ങനൊരു കേസ് പ്രതി. അത് പോക്സോ അല്ല, എന്ത് കേസിലായാലും പ്രതിയായിട്ട് വ്യക്തിയെ ഈ പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന പിള്ളേരുടെ അടുത്തേക്ക് എന്ത് സന്ദേശം നൽകാനാണ് ഇത്തരം പോലുള്ള ആളുകളെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്? അതിന് വിശദീകരണം അത് തന്നേ തീരുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നടപടി എടുക്കും എന്ന് അനുമാനിക്കാം. തീർച്ചയായിട്ടും അവരുടെ അടുത്ത രീതി നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ള ഈ വിഷയത്തെക്കുറിച്ച്. ഇദ്ദേഹത്തിന് അർഹതയാണെന്ന് വെച്ചാൽ അർഹനല്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ ഇനി പോക്സോ കേസ് മുൻ പ്രതിയായിരുന്നു. പിന്നെ ഇയാളുടെ വളകറായിട്ടുള്ള സന്ദേശം, ഈ വളർന്നു വന്ന് അക്ഷരമുറ്റത്തേക്ക് പിച്ച് വയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്ത് സന്ദേശമോ കാര്യങ്ങളൊക്കെ പറയാനാണ് ഇയാൾ ഞങ്ങൾ വിളിച്ചതെന്നുള്ളതിൻ്റെ വിശദീകരണം അത് ആ സ്കൂൾ അധികൃതർ നൽകിയേ തീരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ വ്ളോഗ്സ് സൈനിങ് ഔട്ട്.